പിന്നെ അത്യാവശ്യം കുറച്ച് ക്രോപ്പഡ് ആട്ടോ. എന്നാൽ അത്യാവശ്യം കുറെ സീനുകളൊക്കെ മറ്റേ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് ഫൈറ്റ് സീനുകളൊക്കെ കുറെയൊക്കെ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. കുറഞ്ഞ വർഷങ്ങൾ മുമ്പ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അന്നത്തെ ഒരു എങ്ങനെയായിരുന്നു കണ്ടിട്ട്? വളരെ തൃപ്തിയുള്ളൊരു അനുഭവമായിരുന്നു. എന്താ പറയാ, കാരണം വെച്ചാൽ ഞാനൊക്കെ ജനിച്ചിട്ട് 2 വയസ്സായപ്പോൾ ഇറങ്ങിയ പടമാണ്. ഇവിടെ ആഗ്രഹിച്ചിരുന്നു ടി വി കണ്ടപ്പോൾ ഈ 4K അല്ല പുതിയ സംവിധാനത്തിൽ എങ്ങനെ കാണുമെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടും 100% തൃപ്തിയുള്ളൊരു അനുഭവമായിരുന്നു. പണ്ട് കണ്ടത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു പുതിയ വെർഷൻ എങ്ങനെയുണ്ട്? പുതിയ വെർഷൻ നമുക്ക് ആ എന്റർടൈൻമെന്റ് സ്പേസ് ഇല്ലേ ജഗദീഷ് ശ്രീകുമാറിന്റെ, അത് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും ശരിക്കും നമുക്ക് കാണേണ്ട എന്തായാലും ഈ പടത്തിലുണ്ട്. ലാലേട്ടന്റെ ഒരു ഇതായിരുന്നു ലാലേട്ടന്റെ സ്ക്രീനിൽ കണ്ടപ്പോ വീണ്ടും അത് നമുക്ക് കണ്ട പടമല്ലേ ഇത്. എങ്ങനെയുണ്ടായിരുന്നു പറയാം? എങ്ങനെയുണ്ടായിരുന്നു പടം കണ്ടിട്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് പണ്ട് കാണാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസിൽ നമുക്കിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റി. പിന്നെ ലാലേട്ടൻ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണാൻ വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ എന്താ പറയുക ഒരു മൊമെന്റ് നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ നമുക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. പിന്നെ പണ്ടത്തെ ആ ഒരു ഫീൽ നമുക്ക് ഇപ്പോഴും പടം കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതൊരിക്കലും പോകത്തുമില്ല. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ആ ഒരു ആങ്കറിങ്ങും ബാക്കിയുള്ള തീമും എല്ലാം വെച്ച് നോക്കുമ്പോൾ കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ നല്ല ക്രൗഡ് ഇതൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് തിയേറ്റർ. അതെ, ലാലേട്ടന്റെ ഇതൊക്കെ വരുമ്പോ എങ്ങനെയായിരുന്നു? പഴയ ഒരു ഫീൽ. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. വിദ്യാസാറിന്റെ മ്യൂസിക് ഒക്കെ വീണ്ടും തിയേറ്ററിൽ കേൾക്കാൻ നല്ല സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല. നല്ല എങ്ങനെയായിരുന്നു വിദ്യാസാറിന്റെ മ്യൂസിക് തിയേറ്ററിൽ ഇരുന്ന് കേട്ടപ്പോ? തിയേറ്ററിൽ നമ്മൾ ഫുൾ എക്സ്പ്രഷൻ തോന്നി, ഒന്നും പറയാനില്ല. സെറ്റപ്പാണ്, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. പഴയ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിനെ സ്ക്രീനിൽ കണ്ടപ്പോ എന്തായിരുന്നു? മുമ്പ് പണ്ടിറങ്ങിയപ്പോ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല കണ്ടല്ലോ, ടിവിയിലാണ് ആദ്യം തിയേറ്ററിൽ കണ്ടത്. എന്നാലും സെറ്റപ്പാണ്, അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. കാരണം അത് നമുക്ക് മിസ്സായ ഒരു സംഭവമായിരുന്നു. അത് ശരിക്കും നമുക്ക് തിരിച്ചു കിട്ടി നമുക്ക്. പിന്നെ അത്യാവശ്യം കുറച്ച് ക്രോപ്പഡ് ആട്ടോ. എന്നാൽ അത്യാവശ്യം കുറെ സീനുകളൊക്കെ മറ്റേ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് ഫൈറ്റ് സീനുകളൊക്കെ കുറെയൊക്കെ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതവർ ആ ഒരു ക്ലാസിക് ആ ഒരു ഇത് പിടിക്കാനായിട്ടാ നൈസാ. പുതിയ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന രീതിക്കാണോ? തീർച്ചയായും. മ്യൂസിക് അതാണല്ലോ സിനിമ മൊത്തം. വിദ്യാജിയുടെ മ്യൂസിക്കിന്റെ ആ ഒരു സംഭവങ്ങളെല്ലാം നല്ല ഡോൾബി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. സംഭവം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ച് സ്ക്രീനിൽ കണ്ടപ്പോ എന്ത് തോന്നി? എടാ, നമ്മള് സാധാരണ പടം ഇത് കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ഇതിനകത്ത് കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയാണ്. മ്യൂസിക് ഒക്കെ തിയേറ്ററിൽ കേട്ടപ്പോ ഇതൊക്കെ പ്രായമായ ആൾക്കാരോട് ചോദിക്കും. അവിടെ വെച്ചിട്ട് കാര്യം അവരെല്ലാം കണ്ടിട്ട് അവർക്കൊരു പഴയ ഇതിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അവരോടൊക്കെ ചോദിക്കും എങ്ങനെ എന്ത് തോന്നി പടം വീണ്ടും കണ്ടപ്പോ? നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പഴയതിലും കുറച്ചുകൂടി നല്ല സുഖം തോന്നിയിട്ടുണ്ടോ? അന്ന് കണ്ടപ്പോൾ നമുക്ക് അത്ര നമ്മൾ കുറഞ്ഞ വർഷങ്ങൾ മുമ്പ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അന്നത്തെ ഒരു എങ്ങനെയായിരുന്നു അന്ന് കണ്ടിറങ്ങിയപ്പോ? അന്നത്തെ കാലം കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് തോന്നി. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഫീലുണ്ട്. പിന്നെ മ്യൂസിക്കൊക്കെ അന്നത്തെക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തിയേറ്ററിൽ കണ്ടു. 4K കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കൂടുതലാണ്. അന്ന് കാണുന്നേക്കാളും കുറച്ചുകൂടി രസം തോന്നി കണ്ടത്.